Dear students, welcome to BTech MEDC. ഇന്നത്തെ ഈ സെഷനിൽ S4EC സ്റ്റുഡൻസിൻ്റെ സിഗ്നൽസ് ആൻഡ് സിസ്റ്റം 2019 സ്കീം ജൂൺ 2022 ചോദിച്ചിട്ടുള്ള സിഗ്നൽ സ്കെച്ചിങ്ങിൽ 2 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ സോൾവ് ചെയ്യുന്നത്. അതിൻ്റെ സൊല്യൂഷനിലേക്ക് പോവാം. സ്കെച്ച് ദ സിഗ്നൽ എക്സ് ഓഫ് ടി ഈക്വൽസ് ഇ റേസ് ടു മൈനസ് ടി യു ഓഫ് ടി ഇൻറ്റു സമ്മേഷൻ എൻ ഈക്വൽസ് മൈനസ് infinity to infinity delta t minus nt where t is any positive integer. ഇവിടെ സിഗ്നൽ സ്കെച്ചിങ്ങിലെ ഒരു പ്രോബ്ലം ആണ് ചോദിച്ചിട്ടുള്ളത്. സ്ഥിരം എക്സാംസിന് ചോദിക്കുന്ന ടൈപ്പ് പ്രോബ്ലം ആണ് സിഗ്നൽ സ്കെച്ചിങ്. നമ്മളുടെ ചാനലിൽ സിഗ്നൽ സ്കെച്ചിങ്ങിൻ്റെ സെപ്പറേറ്റ് പ്ലേലിസ്റ്റ് ഉണ്ട്. അതുപോലെ മോഡ്യൂൾ വൈസ് പ്ലേലിസ്റ്റും അവൈലബിൾ ആണ്. ട്രിക്സും അനിമേഷൻസ് ഒക്കെ വെച്ചിട്ടുള്ള വീഡിയോസ് അപ്ലോഡഡ് ആണ്, ഒന്ന് വാച്ച് ചെയ്യുക. അതുപോലെ എക്സാം ഓറിയൻറ്റഡ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ സൊല്യൂഷൻ വീഡിയോസും അപ്ലോഡഡ് ആണ്. അപ്പോൾ ഇതിൻ്റെ സൊല്യൂഷനിലേക്ക് പോവാം. ഇവിടെ നമുക്ക് സിഗ്നൽ സ്കെച്ച് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. തന്നിരിക്കുന്ന സിഗ്നൽ എക്സ് ഓഫ് ടി ഈക്വൽസ് ഇ റേസ് ടു മൈനസ് ടി യു ഓഫ് ടി ഇൻറ്റു സമ്മേഷൻ എൻ ഈക്വൽസ് മൈനസ് ഇൻഫിനിറ്റി ഇൻഫിനിറ്റി ഡെൽറ്റ ടി മൈനസ് എൻ ടി. അപ്പോൾ ഇത് സ്കെച്ച് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ 2 സിഗ്നൽസ് ഉണ്ട്. ഒന്ന് ഇ റേസ് ടു മൈനസ് ടി യു ഓഫ് ടി ഒരു എക്സ്പോണൻഷ്യലി ഡിക്രീസിങ് സിഗ്നലും അതുപോലെ ഡെൽറ്റയുടെ ഒരു സമ്മേഷൻ സിഗ്നലും ഉണ്ട്. അപ്പം ആദ്യമേ ഈ ഒരു സിഗ്നൽ പ്ലോട്ട് ചെയ്യുക, സെക്കൻഡ് ഈ ഡെൽറ്റയുടെ സിഗ്നൽ പ്ലോട്ട് ചെയ്യുക, രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. അത്രയേ ഉള്ളൂ ഇതിൻ്റെ സൊല്യൂഷൻ വരുന്നത്. ഡ്രോ ചെയ്യാം. ഫസ്റ്റ് ഇ റേസ് ടു മൈനസ് ടി യു ഓഫ് ടി ആണ് പ്ലോട്ട് ചെയ്യാൻ പോകുന്നത്. യു ഓഫ് ടി എന്ന് വെച്ചാൽ സ്റ്റെപ്പ് സിഗ്നലാണ്. സ്റ്റെപ്പ് സിഗ്നൽ അതിൽ നമ്മൾ ഇ റേസ് ടു മൈനസ് ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പോണൻഷ്യലി ഡിക്രീസിങ് സിഗ്നലാണ്. മൈനസ് വന്നുകൊണ്ട് ഡിക്രീസിങ് സിഗ്നലാണ്. ഇത് പ്ലോട്ട് ചെയ്യുമ്പോഴത്തേക്ക് യു ഓഫ് ടി ആയതുകൊണ്ട് ഇതിൻ്റെ റൈറ്റ് സൈഡിലേ കാണത്തുള്ളൂ. അതിനെ ഇ റേസ് ടു മൈനസ് ടി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെ എക്സ്പോണൻഷ്യലി ഡിക്രീസിങ് സിഗ്നൽ ആയിരിക്കും വരുന്നത്. അപ്പോൾ ഇതാണ് ഒരു ഇ റേസ് ടു മൈനസ് ടി യു ഓഫ് ടി എന്ന് പറയുന്നത്. യു ഓഫ് ടി ആയതുകൊണ്ട് ഈ സീറോയിൽ നിന്ന് റൈറ്റ് സൈഡിലേക്കേ കാണത്തുള്ളൂ. ടി ആയതുകൊണ്ട് കണ്ടിന്യൂസ് ആയിരിക്കും. ഇ റേസ് ടു മൈനസ് ടി ആയതുകൊണ്ട് എക്സ്പോണൻഷ്യൽ ഡിക്രീസിങ് ആയിരിക്കും. അപ്പം നമ്മൾ ഈ ഫസ്റ്റ് സിഗ്നൽ പ്ലോട്ട് ചെയ്തു. ഇനി സെക്കൻഡ് സിഗ്നൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡെൽറ്റയുടെ ഷിഫ്റ്റഡ് സിഗ്നലാണ്. ഇപ്പം ഡെൽറ്റ ടി എന്ന് വെച്ചാൽ ഇമ്പൾസ് സിഗ്നലാണ്. അത് നമുക്ക് ഓൾറെഡി അറിയാം. ഇപ്പം ടി ആയതുകൊണ്ട് കണ്ടിന്യൂസ് ആണ്. ഇപ്പം ടി ഈക്വൽ ടു സീറോയിൽ ഒരു ഹൈ വാല്യൂ ആയിരിക്കും. ഇനി ഇതിനകത്ത് മൈനസ് ടു പോസിറ്റീവ് ഉണ്ട്. അപ്പം ഇത് ഇൻറ്റിജർ വരുന്നത് ടി ആണ്. അപ്പം എന്നിൻ്റെ വാല്യൂ മൈനസും വരുന്നുണ്ട് പ്ലസും വരുന്നുണ്ട്. അപ്പോൾ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെൽറ്റ ടി മൈനസ് എൻ ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നിന് ഡിഫറെൻറ്റ് വാല്യൂസ് കൊടുക്കുക. എന്നിന് 0 കൊടുക്കുമ്പം ഡെൽറ്റ ടി വരും. ടി എടുത്ത് വെച്ചിട്ടുള്ള ഷിഫ്റ്റഡ് സിഗ്നൽസ് ആയിട്ട് കിട്ടും. ഇപ്പോൾ ടി ഈക്വൽ ടു 0. നെക്സ്റ്റ് ഇത് ടി 2 വരുമ്പോഴത്തേക്ക് 2t നെഗറ്റീവ് വരുമ്പോഴത്തേക്ക് മൈനസ് ടി മൈനസ് 2t. നെഗറ്റീവ് വരുന്നത് ഡിലേ ആണ്, പോസിറ്റീവ് വരുന്നത് അഡ്വാൻസിങ് ആണ്. അപ്പോൾ ഇതിനെ നമുക്ക് ഈ ഒരു സിഗ്നലിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോഴത്തേക്ക് ഈ ഒരു ഫോമിൽ വരും. അത് ഡ്രോ ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ പ്രോഡക്റ്റിൽ എടുക്കണം. അപ്പോൾ ഇതിൻ്റെ താഴെ തന്നെ വരയ്ക്കുക. ദിസ് ഈസ് ടി ഈക്വൽ ടു 0, ടി ഈക്വൽ ടു 0 ഡെൽറ്റ. ഓക്കെ, സമ്മേഷൻ ആണ് ഫ്രം മൈനസ് ടു പോസിറ്റീവ്. അപ്പോൾ ഇങ്ങനത്തുള്ള ഷിഫ്റ്റഡ് സിഗ്നൽസ് വരും. ഡെൽറ്റ സിഗ്നൽസ് അറ്റ് 0, ടി 2t 3t എക്സെട്ര. അതുപോലെ നെഗറ്റീവ് സൈഡിലും വരും. മൈനസ് ടി മൈനസ് 2t മൈനസ് 3t എക്സെട്ര. അപ്പോൾ ദിസ് ഈസ് സമ്മേഷൻ n ഈക്വൽസ് മൈനസ് ഇൻഫിനിറ്റി ഇൻഫിനിറ്റി ഡെൽറ്റ ടി മൈനസ് എൻ ടി എന്നുള്ള സിഗ്നൽ സ്കെച്ചിങ് ആണ്. ഇനി നെക്സ്റ്റ് എന്ത് ചെയ്യണം? ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, ഇത് കറസ്പോണ്ടിങ് ടേംസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നമുക്കറിയാം ഫസ്റ്റ് സിഗ്നലിൽ ടി ഈക്വൽ ടു 0, അതിന് ലെഫ്റ്റ് സൈഡിലൊന്നുമില്ല. അപ്പോൾ ഇങ്ങനത്തുള്ള ടേംസ് എല്ലാം പോകും. ഓക്കെ, കറസ്പോണ്ടിങ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ ടി ഈക്വൽ ടു ഇവിടെ നെഗറ്റീവ് വാല്യൂസ് ഒന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ നെഗറ്റീവ് വാല്യൂസ് എല്ലാം ക്യാൻസൽ ചെയ്തു. കാരണം ഇതുമായിട്ട് ഓരോന്ന് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ എല്ലാം 0 ആണ്. ഇനി നെക്സ്റ്റ് നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡ് നോക്കുമ്പോഴത്തേക്ക് ഇവിടെ ഒരു കണ്ടിന്യൂസ് സിഗ്നലാണ്. അതിനെ ഡെൽറ്റ വെച്ച്
നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പം ഒരു ട്രെയിൻ ഓഫ് ഇമ്പൾസ് ആണ്. അപ്പോൾ ഈ കണ്ടിന്യൂസ് എന്തായിട്ട് മാറും? ഈ കറസ്പോണ്ടിങ് പൊസിഷനിൽ ഡിസ്ക്രീറ്റ് ആയിട്ട് മാറും. ഓക്കെ, അതാണ് അതിൻ്റെ ഈ സിഗ്നലിൻ്റെ ഫൈനൽ സ്കെച്ച് എന്ന് പറയുന്നത്. ഇപ്പോൾ ടി ഈക്വൽ ടു 0 കാണും, പിന്നെ ടിയിൽ കാണും, 2T, 3T, അങ്ങനെ അപ് ടു ഇൻഫിനിറ്റി വരെ കാണും. അപ്പോൾ ഇതിൻ്റെ ഡിസ്ക്രീറ്റ് വേർഷൻ ആയിരിക്കും. നമ്മൾ സാമ്പിളിംഗ് ഒക്കെ പഠിച്ചതാണ്. ഒരു കണ്ടിന്യൂസ് സിഗ്നലിന് ഒരു ട്രെയിൻ ഓഫ് ഇമ്പൾസ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആ കറസ്പോണ്ടിങ് പോയിന്റ്സിൽ ഡിസ്ക്രീറ്റ് ആയിട്ട് മാറും. ഇപ്പോൾ ടിയിൽ ഇതിൻ്റെ ഡിസ്ക്രിറ്റൈസേഷൻ, അതായത് ഈ ഒരു ഫോമിൽ വരും, ഇങ്ങനെ വരും. e⁻ ഇതുപോലെ ഡിസ്ക്രിറ്റൈസ്ഡ് വരും. അപ്പോൾ ഇത് ഏതൊക്കെ പോയിന്റ്സിലേക്ക് വരുന്നത്? 0, ടിയിൽ, 2T, 3T ഇങ്ങനെ വരും. ഓക്കെ, അത് സ്കെച്ച് ചെയ്യുക. ടിയിൽ ഒരു ആംപ്ലിറ്റ്യൂഡ്, 2T കുറച്ച് ആംപ്ലിറ്റ്യൂഡ് കുറഞ്ഞ് ഇങ്ങനെ വരും. ഓക്കെ, ഇപ്പോൾ ദിസ് ഈസ് ദ ഫൈനൽ ആൻസർ. 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്, എളുപ്പമാണ്. അപ്പോൾ ഫസ്റ്റ് e⁻t ഡ്രോ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ട്രെയിൻ ഓഫ് ഇമ്പൾസ് ഡ്രോ ചെയ്യുക, കറസ്പോണ്ടിങ് പോയിന്റ്സ് മൾട്ടിപ്ലൈ ചെയ്യുക. ഫൈനലി വി വിൽ ഗെറ്റ് ദ സിഗ്നൽ ആസ് ദിസ്. ആംപ്ലിറ്റ്യൂഡ് 1 ആണ്. ഇങ്ങനെ ഒരു ഡിസ്ക്രീറ്റൈസ്ഡ് എക്സ്പോണൻഷ്യലി ഡിക്രീസിങ് സിഗ്നലായിട്ട് വരും. നെക്സ്റ്റ്, ഈ ജൂൺ 2022 തന്നെ ചോദിച്ചിട്ടുള്ള എസ്എ ക്വസ്റ്റ്യനിൽ സിഗ്നൽ സ്കെച്ചിങ്ങിൽ 2 പ്രോബ്ലംസ് ആണ് നമ്മൾ സോൾവ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് y(t) ഈക്വൽസ് u(0.5t + 2) ഇതാണ് നമുക്ക് സ്കെച്ച് ചെയ്യാനുള്ളത്. അപ്പം ഇങ്ങനത്തുള്ള പ്രോബ്ലം നമുക്ക് ട്രിക്സ് വെച്ച് ചെയ്യാം. അതിനുശേഷം മാർക്കിൻ്റെ അതനുസരിച്ചിട്ട് എക്സ്പാൻഡ് ചെയ്ത് വരയ്ക്കാം. ഇവിടെ നമുക്ക് ഡ്രോ ചെയ്യേണ്ടത് u(0.5t + 2) ആണ്. അപ്പോൾ ട്രിക്ക് വെച്ച് ചെയ്യാന്ന് വെച്ചാൽ ഇതിനെ നമ്മൾ u(t) ആക്കുക എന്നുള്ളതാണ് നമ്മൾ എയിം എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ u(0.5t + 2) എന്ത് ചെയ്യണം? നമ്മൾ -2 ചെയ്ത് അത് ഫൈനലി u(t) ആക്കണം. അപ്പം ഈ 2 കളയാൻ വേണ്ടി നമ്മൾ -2 കൊടുക്കുക. അതുപോലെ 0.5 കളയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യാം? ഒരു 0.5 എന്ന് വെച്ച് കഴിഞ്ഞാൽ 1/2 ആണ്. അപ്പോൾ അതിൻ്റെ മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ട്രിക്ക് വെച്ച് ചെയ്യുന്നത്. അപ്പോൾ അതൊന്ന് വരച്ച് നോക്കാം. ഫസ്റ്റ് u(t) വരയ്ക്കുക. u(t) കണ്ടിന്യൂസ് സിഗ്നൽ ആയതുകൊണ്ട് ഈ ഒരു ഫോമിൽ വരും. ദിസ് ഈസ് u(t). ഇനി നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യും? ഈ +2 കളയാൻ വേണ്ടി -2, ഓക്കെ, -2 സബ്സ്ട്രാക്ട് ചെയ്യും. അപ്പം ഇവിടെ സ്റ്റാർട്ടിങ് 0 ആണ്. അപ്പം അത് എവിടെ നിന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്? -2 ചെയ്യുമ്പോഴത്തേക്ക് 0 - 2 എന്ന് പറയുമ്പോഴത്തേക്ക് -2 സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് -2 സ്റ്റാർട്ട് ചെയ്യും. ഈ സൈഡിൽ ട്രിക്ക് വെച്ച് വരയ്ക്കുക, എന്നിട്ട് നമുക്ക് സ്റ്റെപ്സ് വെച്ചും വരയ്ക്കാം. അപ്പോൾ ഇവിടെ -2 ചെയ്ത്, അപ്പം u(t) -2 ചെയ്യുമ്പോഴത്തേക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യും. ഈ നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്ത് ചെയ്യുക? അതിനെ × 2 ചെയ്യുക. ഓക്കെ, ടി ആക്കാൻ വേണ്ടി ഇത് ചെയ്യുമ്പോഴത്തേക്ക് ഈ 2 എന്നുള്ള ടേം പോവും. പിന്നെ 0.5 എന്ന് വെച്ചാൽ 1/2 ആണ്. ടി ആക്കാൻ വേണ്ടി × 2 ചെയ്യുക. അപ്പോൾ ഇവിടെയും × 2 ചെയ്യുക. അപ്പോൾ ഫൈനലി എന്ത് വരും? നമ്മളുടെ ആൻസർ -4 സ്റ്റാർട്ട് ചെയ്ത് വരും. ഇതാണ് ഫൈനൽ ആൻസർ വരുന്നത്. ഓക്കെ, ട്രിക്ക് വെച്ചിട്ട് ഞാൻ ഒന്നുകൂടെ പറയാം. ഇങ്ങനത്തുള്ള പ്രോബ്ലം വരുമ്പോഴത്തേക്ക് ഫസ്റ്റ് നമ്മൾ ഈ എക്സ്പ്രഷന് അതിൻ്റെ ബേസിക്, അതായത് ഇത് യൂണിറ്റ് സ്റ്റെപ്പ് സിഗ്നൽ ആണ്, u(t) കൺവേർട്ട് ചെയ്യാൻ എന്ത് ചെയ്യുന്നു നോക്കുക. അപ്പോൾ u(t) കൺവേർട്ട് ചെയ്യാൻ ആദ്യമേ +2 നമ്മൾ എന്ത് ചെയ്യണം? -2 വെച്ച് ക്യാൻസൽ ചെയ്യണം. അപ്പോൾ u(t) വരയ്ക്കുക, -2 ചെയ്തു. ഓക്കെ, -2 ചെയ്തു. ഇനി നെക്സ്റ്റ് ഇവിടെ ഒരു 0.5 ഉണ്ട്. 0.5 എന്ന് വെച്ചാൽ 1/2 ആണ്. അതിലില്ലാക്കാൻ വേണ്ടി 2 മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പം ഈ 2 × 2 ചെയ്യുമ്പോഴത്തേക്ക് -4 സ്റ്റാർട്ട് ചെയ്ത് ഇതായിരിക്കും അതിൻ്റെ ഫൈനൽ ആൻസർ വരുന്നത്. ഇനി നമ്മൾ റൂൾ വെച്ചിട്ട് ചെയ്യാം. ഇവിടെ ആണെങ്കിൽ ഷിഫ്റ്റിങ്ങും ഉണ്ട്. ഓക്കെ, +2 ഷിഫ്റ്റിങ്ങും ഉണ്ട്. പിന്നെ ഒരു 0.5 വെച്ച് സ്കെയിലിങ്ങും ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് ഒരു ബേസിക്, അതായത് നമ്മളുടെ സിഗ്നൽ ഇവിടെ സ്റ്റെപ്പ് സിഗ്നലാണ്. ആ സ്റ്റെപ്പ് സിഗ്നൽ ഡ്രോ ചെയ്യുക. ഓക്കെ, u(t) ഡ്രോ ചെയ്യുക. അതിനുശേഷം ഇവിടെ ഷിഫ്റ്റിംഗ് അപ്ലൈ ചെയ്യുക. ഷിഫ്റ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ u(t + 2) +2 എന്ന് വെച്ച് കഴിഞ്ഞാൽ അഡ്വാൻസിങ് ആണ്. അപ്പം എവിടെ സ്റ്റാർട്ട് ചെയ്യും? -2 സ്റ്റാർട്ട് ചെയ്യും. അല്ലെ തന്നെ t + 2 = 0 ആണ്, t = -2 ആണ്. ഇത് അഡ്വാൻസിങ് ആണ്. നമ്മൾ നെക്സ്റ്റ് u(t + 2) വരയ്ക്കുകയാണ്. t + 2 എന്ന് വെച്ച് കഴിഞ്ഞാൽ -2 സ്റ്റാർട്ട് ചെയ്ത് ഈ ഒരു ഫോമിൽ വരും. ദിസ് ഈസ് അവർ 0.
ദിസ് ഈസ് യു ഓഫ് ടി പ്ലസ് 2. ഇനി എന്ത് ചെയ്യണം? തേർഡ് സ്റ്റെപ്പിൽ സ്കെയിലിംഗ് ചെയ്യണം. സ്കെയിലിംഗ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഇപ്പോൾ ഇവിടെ 0.5 ആണ്. 0.5 എന്ന് വെച്ചാൽ 1/2 ആണ്. അപ്പോൾ ഇതിനെ സ്കെയിൽ ചെയ്യുമ്പം ഇൻറ്റു 2 മൾട്ടിപ്ലൈ ചെയ്യുക. ഇവിടെ സ്കെയിൽ ചെയ്യുകയാണ്. എന്ത് കിട്ടും? യു ഓഫ് 0.5 ടി പ്ലസ് 2 ഡ്രോ ചെയ്യുകയാണ്. 2 കൊണ്ട് സ്കെയിൽ ചെയ്യുമ്പോഴത്തേക്ക് -2 എന്നുള്ളത് -4 വരും. ഓക്കെ, അപ്പോൾ ദിസ് ഈസ് യു ഓഫ് 0.5 ടി പ്ലസ് 2. ഇത് തന്നെയാണ് നമുക്ക് ഇവിടെയും കിട്ടിയത്. -4 സ്റ്റാർട്ട് ചെയ്ത് ഈ ഒരു സിഗ്നൽ. ഓക്കെ, അപ്പം ഇത് മാർക്ക് അനുസരിച്ച് ഇപ്പോൾ 2 മാർക്ക് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഫൈനൽ ആൻസർ എഴുതിയാൽ മതി. ഇനി മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ കൂടുതലാണെങ്കിൽ അത് ഓരോന്ന് എഴുതണം, ഏത് പ്രോപ്പർട്ടി അപ്ലൈ എന്നുള്ളത്. അപ്പോൾ ഇവിടെ ആദ്യമേ ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്തു. അപ്പോൾ ഇവിടെ അഡ്വാൻസിങ് ആണ്, -2 സ്റ്റാർട്ട് ചെയ്ത് ദെൻ സ്കെയിലിംഗ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്ത് അപ്പം -2 എന്നുള്ളത് -4 ആയി. ഇതായിരുന്നു ഇതിന്റെ സൊല്യൂഷൻ. ഇതിന്റെ കൂടെ സെക്കൻഡ് ഒരു പ്രോബ്ലം ചോദിച്ചിട്ടുണ്ട്. y ഓഫ് n ഈക്വൽസ് u ഓഫ് n പ്ലസ് u ഓഫ് n മൈനസ് 5. അതും കൂടെ ഡ്രോ ചെയ്യാം. എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. y ഓഫ് n ഈക്വൽസ് u ഓഫ് n പ്ലസ് u ഓഫ് n മൈനസ് 5. ഫസ്റ്റ് u ഓഫ് n ഡ്രോ ചെയ്യാം. ഇവിടെ n ആയതുകൊണ്ട് ഡിസ്ക്രീറ്റ് ആണ്. ഇപ്പം 0, 1, 2, 3 ടു ഇൻഫിനിറ്റി വരും. 0 തൊട്ട് അതിൻ്റെ വാല്യൂ 1 ആയിരിക്കും. ഓക്കെ, ദിസ് ഈസ് അവർ യു ഓഫ് n എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് വരയ്ക്കാനുള്ളത് യു ഓഫ് n മൈനസ് 5 ആണ്. അപ്പോൾ യു ഓഫ് n മൈനസ് 5 എന്ന് പറയുമ്പോഴത്തേക്ക് n മൈനസ് 5 ഈക്വൽ ടു 0, n ഈക്വൽ ടു 5 എന്ന് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ അത് വരയ്ക്കാൻ പോവുകയാണ്. ഇതിൻ്റെ താഴെ തന്നെ വരയ്ക്കുക. ദിസ് ഈസ് 0, 1, 2, 3, 4, 5, 6 അങ്ങനെ പോകും. അപ് ടു ഇൻഫിനിറ്റി വരെ പോകും. ഇവിടെ യു ഓഫ് n മൈനസ് 5 എന്ന് പറയുന്നത് ഡിലേ ആണ്. അപ്പം n ഈക്വൽ ടു 5 സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. n ഈക്വൽ ടു 5 തൊട്ട് അതിൻ്റെ വാല്യൂ 1 ആയിരിക്കും. ഇനി നമുക്കിവിടെ എന്താ ചെയ്യേണ്ടത്? ദിസ് ഈസ് യു ഓഫ് n, ദിസ് ഈസ് യു ഓഫ് n മൈനസ് 5. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യണം. ആഡ് ചെയ്യാൻ എളുപ്പമാണ്. കറസ്പോണ്ടിങ് പൊസിഷൻസിൻ്റെ വാല്യൂ തമ്മിൽ ആഡ് ചെയ്താൽ മതി. ഇവിടെ പൊസിഷൻസ് എന്ന് പറയുന്നത് 0, 1, 2, 3, 4, 5, 6 എക്സെട്ര അപ് ടു പോകും. അപ്പോൾ ഈ പോയിന്റ്സ് തമ്മിൽ ആഡ് ചെയ്യാം. നമുക്ക് ഈ യു ഓഫ് n പ്ലസ് യു ഓഫ് n മൈനസ് 5 ആണ്. അപ്പോൾ ഇവിടെ 0 ആണ്, ഇവിടെ എൻ്റെ വാല്യൂ 1 ആണ്. അപ്പോൾ എന്ത് വരും? ഇവിടെ 1 വരും. 1ലും എന്താ? 0 പ്ലസ് 1 വരും. 2ലും ഇവിടെ 0 ആണ്, ഇതിൻ്റെ വാല്യൂ 1 ആണ്. 0 പ്ലസ് 1 വരും. ഇവിടെയും 0 പ്ലസ് 1 വരും. 4ലും 0 പ്ലസ് 1 വരും. 5 വരുമ്പോഴത്തേക്കോ ഇങ്ങോട്ട് വാല്യൂസ് ഉണ്ട്. ഓക്കെ, ഇവിടെ 4ല് 5ല് 6ല് എല്ലാം എന്തുണ്ട്? 1 വാല്യൂ ഉണ്ട്. അപ്പോൾ ഈ 5 തൊട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ ഇവിടെയും 1 ആണ്, ഇവിടെയും 1 ആണ്. ആഡ് ചെയ്യുമ്പം 1 പ്ലസ് 1 ആംപ്ലിറ്റ്യൂഡ് 2 ആയിട്ട് മാറും. 5 തൊട്ട് 6ലും എന്തുണ്ട്? ഇവിടെയും 1 ആണ്, ഇവിടെയും 1 ആണ്. 6ലും എന്ത് വരും? ആംപ്ലിറ്റ്യൂഡ് 2 വരും. ഇവിടെ എല്ലാം ആംപ്ലിറ്റ്യൂഡ് 1ഉം ഈ 5 തൊട്ട് എങ്ങോട്ട് എന്തായിരിക്കും? ആംപ്ലിറ്റ്യൂഡ് 2 ആയിരിക്കും. ദിസ് ഈസ് യു ഓഫ് n പ്ലസ് യു ഓഫ് n മൈനസ് 5. ഇതാണ് അതിൻ്റെ ഫൈനൽ ആൻസർ വരുന്നത്. 5 തൊട്ട് അങ്ങോട്ട് അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് 2ഉം 0 to 4 വരെ അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് 1ഉം ആയിരിക്കും. ഇപ്പം സിഗ്നൽ സ്കെച്ചിങ്ങിന് ഈ ഒരു ജൂൺ 2022 എ പാർട്ടിലും അതുപോലെ എസ് എ ക്വസ്റ്റ്യനിലും ചോദിച്ചിട്ടുണ്ട്. ഇപ്പം സിഗ്നൽ സ്കെച്ചിങ് 2019 സ്കീൽ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. അപ്പം അതിൻ്റെ കുറേ ട്രിക്സ് വെച്ചിട്ടുള്ള വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെച്ചിരിക്കാം. മാർക്കിനനുസരിച്ചിട്ട് അത് അപ്ലൈ ചെയ്യുക. സ്റ്റെപ്സ് വേണമെങ്കിൽ സ്റ്റെപ്സും കൂടെ കറക്റ്റായിട്ട് കാണിക്കണം. അത് ഓരോ സ്റ്റെപ്സിനും എന്ത് റൂളാണ് അപ്ലൈ ചെയ്യുന്നുള്ള കാര്യവും അതിനകത്ത് മെൻഷൻ ചെയ്തിരിക്കണം. സിഗ്നൽ സയൻസ് സിസ്റ്റത്തിൻ്റെ S4 ECE ഓൾമോസ്റ്റ് ഓൾ മോഡ്യൂൾ ടോപ്പിക്സും അപ്ലോഡഡ് ആണ്. മോഡ്യൂൾ വൈസ് പ്ലേലിസ്റ്റും അവൈലബിൾ ആണ്. മെജോറിറ്റി ഓഫ് ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയറിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ് സോൾവ് ചെയ്തിരിക്കുന്നത്. അനിമേഷൻസും ട്രിക്സും ഒക്കെ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. എക്സാം പ്രിപ്പറേഷന് വളരെ യൂസ്ഫുൾ ആയിരിക്കും. മോർ വീഡിയോസ് അപ്ലോഡ് ചെയ്യും. സോ ഡു സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു. ബിടെക് മെഡിസിൻ.